എല്ലാവർക്കും സുപരിചിതമായ ഒരു ഐറ്റമാണ് പാൽക്കപ്പ. പാൽക്കപ്പ എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇച്ചിരി കടുക്, പിന്നെ താളിക്കാൻ വേണ്ടി ഇച്ചിരി കറിവേപ്പിലയും ഇച്ചിരി മുളകും കൂടി ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. പക്ഷേ തേങ്ങാക്കൊത്ത് നമുക്ക് ഓപ്ഷനിലാണ്. തേങ്ങാക്കൊത്ത് ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. തേങ്ങാക്കൊത്ത് ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്തോട്ട് കുറച്ച് സവോള ഇട്ട് നന്നായിട്ട് സവോള വഴണ്ട് കഴിയുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് മൂത്ത് വരാറായി കഴിയുമ്പോഴേക്കും നമ്മൾ കപ്പ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കുക. ആ ഉപ്പിട്ട് വേവിച്ച് വെച്ച കപ്പ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഉടച്ച് കൊടുക്കണം. ഉടയ്ക്കുന്നതനുസരിച്ച് ഈ പാൽക്കപ്പയുടെ കട്ടി കൂടും. അതിൻ്റെ പാൽക്കപ്പയുടെ ടേസ്റ്റ് കൂടുന്നത് എത്രമാത്രം നമ്മൾ ഉടയ്ക്കുന്നോ അത്രമാത്രം നല്ല ടേസ്റ്റാണ് പാൽക്കപ്പയ്ക്ക്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അതിനുശേഷം തേങ്ങാപ്പാൽ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തേങ്ങാപ്പാൽ തിളയ്ക്കുമ്പോൾ അതിൻ്റെ സ്വാഭാവിക ടേസ്റ്റ് പോകും. അതുകൊണ്ട് ഓൾറെഡി ചട്ടിക്ക് നല്ല ചൂടുണ്ട്. അപ്പം തേങ്ങാപ്പാൽ ഇത് തിളയ്ക്കാതെ ജസ്റ്റ് തിള വരുന്നതിന് മുമ്പ് അത് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ്. എൻ്റെ ചട്ടിക്ക് ഇച്ചിരി ചൂടായതുകൊണ്ട് ഇച്ചിരി ഒന്ന് തിളച്ച് പോയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇച്ചിരി ഉള്ളി എണ്ണ വറുത്ത് ഇടുകയാണ്. ഇത് നമ്മുടെ പാൽക്കപ്പ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഭയങ്കര ടേസ്റ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും ട്രൈ ചെയ്യാം. നമ്മുടെ നാട്ടിൽ കപ്പയൊക്കെ സുലഭമല്ലേ. അതിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണമെങ്കിലും സൈഡ് ഡിഷ് ഉപയോഗിക്കാം. കൂടുതലും സൈഡ് ഡിഷായിട്ട് ഇച്ചിരി ചാറുകറിയാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. പക്ഷേ ഇത് ഞങ്ങൾ ബോട്ടി ഫ്രൈ ആണ് ഇതിനോട് ആഡ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ടേസ്റ്റുള്ളൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ.